മാൾട്ടയിൽ നിന്നും വീണ്ടും മാൾട്ട കുട്ടപ്പേട്ടൻ. ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കേരളത്തിൽ സംഗീത കലാകാരനായ നമ്മളുടെ ചങ്ക് കൂട്ടുകാരൻ്റെ ചിക്കൻ പ്രിപ്പറേഷനാണ്. ഈ വീഡിയോ ചിലപ്പോൾ ഇത്തിരി വലുതായി പോകും, അതിൽ ക്ഷമിക്കണം. ആദ്യമായി ചിക്കൻ എങ്ങനെ കഴുകാമെന്ന് അവൻ കാണിച്ചു തരും. അവൻ്റെ ഒരു തലപിടിയോ. ഞങ്ങളുടെ ഇവിടെ വേറൊരു വ്യക്തിയുണ്ട്, ജോലി കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് വീട്ടുകാരെ വിളിക്കുന്ന ഒരു സുന്ദര കുട്ടപ്പൻ. പേര് വന്നിട്ട് കിരൺ എബ്രഹാം എന്നാണ്. വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് പോവുകയാണ്. നീ കിടമുത്തെ. അയ്യോ, ചായ തിളച്ചു. ചായ കുറച്ച് ബാക്കിയുണ്ടായത് ചൂടാക്കാൻ വെച്ചാൽ ഇത്തിരി തിളച്ചു പോയി. ഇന്നാളെന്താണാവോ ചായ തിളച്ച് പാത്രം എൻ്റെ കരിയായി പോയത്. എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് ആ വീഡിയോ പോയി കാണാം. എല്ലാം എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ഇനി ഞാനൊന്ന് ചായ കുടിക്കട്ടെ. ജോലി കഴിഞ്ഞ് കത്രിക അതേ അവിടെ ആ ഈ കലാകാരൻ്റെ റൂം ഇതല്ലാത്തത് കൊണ്ട് പുള്ളിക്ക് അടുക്കളയിലിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് എവിടെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് കോ പാർട്ട്ണർ രൂപൽ റജി. ഞാൻ നിങ്ങളോട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇവിടെ വേസ്റ്റ് വെക്കുന്ന 2 ടൈപ്പ് കവറിലാണെന്ന്. ഒന്ന് മിക്സ്ഡ് വേസ്റ്റിൻ്റെ ആണ്. അത് സത്യത്തിൽ ബ്ലാക്കാണ് വെക്കേണ്ടത്. ബ്ലാക്ക് കഴിഞ്ഞാൽ തൽക്കാലം വൈറ്റ് വെച്ചതാണ്. ഇതാണ് മറ്റ് വേസ്റ്റിൻ്റെ പാത്രം. അത് വൈറ്റ് കവർ തന്നെയാണ്. എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ അത് കളക്ട് ചെയ്യുന്നതും വണ്ടിയിൽ കയറ്റുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ബ്ലാക്ക് കവർ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട്. ഈ വൈറ്റ് കവറിൽ ഇട്ട കാരണം മിക്സഡ് വേസ്റ്റ് വൈറ്റിലാക്കിയതാണ്. ഇനി അത് കളയുമ്പോൾ അത് ബ്ലാക്ക് കവറിലാക്കിയിട്ടാണ് ഞങ്ങൾ കളയുള്ളൂ. ഒന്ന് ചായ കുടിച്ചേട്ടാ. ഇവൻ്റെ ഈ പ്രിപ്പറേഷൻ്റെ ഇടയിൽ ഫുള്ള് ഞാൻ ഈ വീഡിയോ കാണിച്ചാൽ അതൊരു ബോറിംഗ് ആവും. ഇത് ഞങ്ങളുടെ ഇന്നത്തെ ചോറുണ്ടാക്കി വാർത്ത് വെച്ചിരിക്കുന്നതാണ്. ഞാനിനി പുറത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോഴേക്കും പുള്ളി ചിക്കൻ കഴുകി കഴിയും. ഇതാണ് ഒരു പ്രവാസിയുടെ ഹാളിലെ അവസ്ഥ. ഇപ്പം മഴ തുടങ്ങിയ കാരണം ഞങ്ങൾക്ക് പുറത്ത് ഉണക്കാനിടാൻ പറ്റാത്തത് കൊണ്ടാണ് സുഹൃത്തുക്കളെ, ക്ഷമിക്കണം. ഈ ഇരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്, ഒരു ഹൈ പറയടാ. നവീൽ കുഞ്ഞച്ചൻ, വീട് ആലപ്പുഴ മുഹമ്മയാണ് വീട്. ഈ പാവമാകട്ടെ ഫുൾ ഡ്യൂട്ടിയാണ്. ആഴ്ചയിൽ 4 ദിവസവും കാലത്ത് 7 മണിക്ക് കയറി വൈകുന്നേരം 4 മണി വരെയുള്ള ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഈ കാണുന്ന ബെഡിൽ റെസ്റ്റ് ചെയ്തതിന് ശേഷം 5:30 ഞാൻ വിളിച്ചെനിപ്പിച്ചപ്പോൾ കാപ്പി കുടിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും നൈറ്റ് ഡ്യൂട്ടിക്ക് കയറണം. 6 മണി തൊട്ട് 12:30 വരെ 11:30 വരെയാണ് അടുത്ത ഡ്യൂട്ടി. ഇനി അവിടെ അധികം തട്ടിക്കേൾപ്പിക്കുക കാണിക്കുന്നില്ല. ഇതാണ് എൻ്റെ റൂമിൽ നിന്നും പുറത്തേക്കുള്ള ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. ഇത് ഞാൻ ഡേ ടൈമിൽ നിങ്ങളെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് എൻ്റെ മറ്റുള്ള വീഡിയോകളിൽ. ഇത് നൈറ്റാണ്. ഈ കാണുന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പാകിസ്ഥാൻ ചേട്ടൻ്റെ ഷോപ്പ്. ആ കാണുന്നത് സെക്കൻഡ് കാണുന്നത് ഒരു ആഫ്രിക്കക്കാരുടെ ഒരു ചേട്ടൻ്റെ ഷോപ്പാണ്. ഇവിടെ റൗണ്ട് അബൌട്ട് വരുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ തനി ബാംഗ്ലൂർ അല്ലെങ്കിൽ ഗുജറാത്ത് സ്റ്റൈൽ ഏരിയ ആണ്.
സത്യം പറഞ്ഞാൽ ഇതൊരു ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ബിൽഡിങ്. അതും ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുമുണ്ട്. ഇപ്പോൾ അവന് ഏകദേശം ചിക്കനെല്ലാം കഴുകി കഴിഞ്ഞിട്ടുണ്ടാകും. ഈ എൻ്റെ വീഡിയോയിലൂടെ എൻ്റെ റൂമും കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഞാൻ പകർത്തും. പോരാത്തതിന് നമ്മളിവിടെ വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇത് മുൻപ് താമസിച്ച വീട്ടുകാർ വെച്ചിരുന്ന ഹൗസ് ഓണറിൻ്റെ സാധനങ്ങളാണ്. ടി വി ഉണ്ട്, ഞങ്ങൾ കാണാറില്ല. കാരണം പണി കഴിഞ്ഞ് പാതിര നേരത്ത് വന്ന് കയറി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള പണി. കണ്ടോ നിങ്ങൾ? ഇനി എൻ്റെ തള്ളു കുറച്ചിട്ട് ഈ വീട്ടിലുള്ള ഹൗസ് ഓണറിൻ്റെ സോറി കേട്ടോ, ഷെൽഫിലുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതാണ് നേരത്തെ പണി കഴിഞ്ഞ് വയ്യാണ്ട് വന്നിട്ട് വീട്ടിലേക്ക് ഫോൺ ചെയ്ത് കിരൺ കിടന്ന സോഫ. ഇവിടെ ആകെ 2 സോഫകളാണുള്ളത്, അതിലൊന്നാണിത്. ഇനി കാണാൻ പോകുന്നത്, അത് കത്തില്ല, ഈ അറ്റത്തെ 2 കത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു പോയി എല്ലാ സാമഗ്രികളും ഉണ്ടാകുന്നു. പക്ഷേ ഈ അടുപ്പിൻ്റെ വലത്തുഭാഗത്ത് കാണുന്ന 2 എണ്ണം കത്തുകയില്ല. അത് ഈ പാവം കലാകാരൻ അറിയാത്തത് കൊണ്ട് തെറ്റ് പറ്റിയതാണ്. ഇതാണ് ഞങ്ങളുടെ അടുക്കളയിലെ റാക്ക്. ഇവിടെ എല്ലാ സാമഗ്രികളും നമ്മൾ വയ്ക്കും. പതുക്കെ അച്ചാർ കൊണ്ടുവന്ന പാത്രങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, കണ്ടില്ലേ? ഇതെല്ലാം കഴുകി എടുത്തിട്ട് വേണം ബാക്കിയുള്ള മല്ലി, മുളക്, ഉപ്പ് സാധനങ്ങളെല്ലാം കയറ്റി വയ്ക്കാൻ. അടുത്തതായി വെജിറ്റബിൾ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി ഞാൻ അധികം തള്ളില്ല. ഇനി വെജിറ്റബിൾ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇടണമെന്നുണ്ട്, പക്ഷെ ഒരുപാട് തള്ളിക്കഴിഞ്ഞാൽ കൂടിപ്പോകും. അതുകൊണ്ട് ഞാനത് എടുത്ത് കാണിച്ചു തരാം, തള്ളുന്നില്ല. ഇനി ഞാൻ പതുക്കെ, സ്റ്റാൻഡൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഞങ്ങളുടെ സ്വിച്ച് ബോർഡുമേ എൻ്റെ മൊബൈൽ ഉറപ്പിക്കുകയാണ്. അല്ലെങ്കിൽ വേണ്ട, സ്വിച്ച് ബോർഡും വയ്ക്കില്ല അല്ലേ, പഞ്ചസാര പാത്രത്തുമ്പോൾ വയ്ക്കാം. അതാകുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് എല്ലാം കിട്ടും. ഞാൻ തെമുല ഓർഡർ ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡും ബാക്കിയെല്ലാം. സ്റ്റാൻഡ്, പിന്നെ മൈക്ക്. കാരണം എൻ്റെ ഓഡിയോയിലേ വീഡിയോയിൽ ഓഡിയോ ക്ലിയർ അല്ല. അപ്പം ഇനി മുതൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നോളൂ. സ്റ്റാൻഡ് ഇല്ലാത്ത കാരണം പഞ്ചസാര ചെപ്പുമ്പോൾ വെച്ചിരുന്നത്. മല്ലിമുളക് എന്തെങ്കിലും വേണമെന്ന് ഇത് എവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതിലുണ്ട്. ഞാൻ മറ്റേ അതോ മുറി സെറ്റ് ചെയ്ത് തരാം. ഞാൻ പണിയിലൊന്ന് കാണിക്കുന്നതല്ല കേട്ടാ. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള കാരണം വേഗം തന്നെ പണി കഴിക്കാനാ. നീ എത്ര പണി കഴിക്കൂ? നീ കത്തി തരുന്നോ? ഓക്കെടാ, നീ 11 വരെ നിനക്ക് ഡ്യൂട്ടി. ഓക്കെ. ബിബിന് 3 മണി അല്ലേ? ആ, ഫുൾ ടൈം ഡ്യൂട്ടിയാടാ. ഞാൻ മെഡിക്കൽ ലീവിലല്ലേ. കേട്ടില്ലേ? അതിന്റെ വീഡിയോ അടുത്ത് വരും. എന്തുകൊണ്ട് മെഡിക്കൽ ലീവ് എടുത്തു? വയ്യാകയോ അതോ പണിയെടുക്കാൻ പോകാൻ മടിയോ? അപ്പോൾ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാം. ഇനി കുക്കിംഗ് വീഡിയോ.